all, welcome to Econometrica. വളരെ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ന്യൂസുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് വന്നിട്ടുള്ളത്. നവോദയ വിദ്യാലയ സമിതി NVS പുറപ്പെടുവിച്ചിട്ടുള്ള നമ്മുടെ ഇന്നലെ 23/2025 റിലീസ് ചെയ്തിട്ടുള്ള ഒരു നോട്ടീസിന്റെ ഡീറ്റെയിൽസുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. And this is reference to recruitment notification 2024 and basically ഇത് അതർ ചെയ്യുന്നത് നോൺ ടീച്ചിങ് പോസ്റ്റ് വേക്കൻസിന്റെ ഡയറക്ട് കുട്ടിയുടെ കീഴിലുള്ള നോൺ ടീച്ചിങ് പോസ്റ്റ് വേക്കൻസിയിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ഡീറ്റെയിൽസ് ആൻഡ് എക്സാം പാറ്റേൺ അല്ലെങ്കിൽ എന്നാണ് എക്സാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പറയാനായി പോകുന്നത്. സോ കാറ്ററിംഗ് സൂപ്പർവൈസറിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ളതെങ്കിൽ നിങ്ങളുടെ എക്സാം 14/5/2025 നിങ്ങളുടെ ഷിഫ്റ്റ് മോർണിംഗ് ഷിഫ്റ്റ് ആണ്. മെൻസ് ഹെൽപ്പറിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ളത്, അതും 14th തന്നെയാണ്, പക്ഷെ അത് ഈവനിങ് ഷിഫ്റ്റ് ആണ്. ഓഡിറ്റ് അസിസ്റ്റന്റ് ആണെങ്കിൽ അത് വരുന്നത് 15th മോർണിംഗ് ആണ്. സ്റ്റെനോഗ്രാഫർ ആണെങ്കിൽ 15th വരുന്നത്, അത് ഈവനിങ് ഷിഫ്റ്റ് ആണ് വരുന്നത്. ലീഗൽ അസിസ്റ്റന്റ് അത് 15th തന്നെയാണ്, ഈവനിങ് ഷിഫ്റ്റ് ആണ്. ഫീമെയിൽ സ്റ്റാഫ് നഴ്സ് 16ാം തീയതി അത് വരുന്നത്, മോർണിംഗ് ഷിഫ്റ്റ് ആണ്. കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് 16th മോർണിംഗ് ഷിഫ്റ്റ് ആണ്. ഇലക്ട്രീഷ്യൻ കം പ്ലംബർ ആണെങ്കിൽ അത് 16th ഈവനിങ് ആണ്. ജൂനിയർ ട്രാൻസ്ലേഷൻ ഓഫീസർ 16th ഈവനിങ് ആണ്. മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് 17th മോർണിംഗിലാണ്. ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത് 17ാം തീയതി അത് ഈവനിങ്ങിലാണ് ഷിഫ്റ്റ്. ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത് 18ാം തീയതി മോർണിംഗിൽ തന്നെയാണ് ഇതിന്റെ ഷിഫ്റ്റ്. അതേപോലെ ലാബ് അറ്റൻഡന്റ് 18ാം തീയതി ഈവനിങ്ങിലാണ് ഷിഫ്റ്റ്. അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ എന്ന് പറയുന്നത് 19ാം തീയതി മോർണിംഗ് ആണ് ഷിഫ്റ്റ്. അപ്പൊ ഇത് ബേസിക്കലി നോൺ ടീച്ചിങ് പോസ്റ്റുകളിലേക്കുള്ള എക്സാം ഡേറ്റും അതുപോലെ തന്നെ ഷിഫ്റ്റുമാണ് വന്നിട്ടുള്ളത്. കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസിന് വേണ്ടി താഴെ ഒരു ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, www.navodaya.gov.in എന്നുള്ള ലിങ്കിൽ കയറിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാമിന്റെ ഡീറ്റെയിൽസ് അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധ്യമാവുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് 15 days ബിഫോർ ദ എക്സാമിനേഷൻ ആണ് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് എന്ന് പറയുന്നത് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. സോ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണമെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. താങ്ക് യു ആൾ.